CPM കേന്ദ്ര കമ്മിറ്റി അംഗം വിജു കൃഷ്ണൻ രാജ്യസഭാ സ്ഥാനാർത്ഥിയായേക്കും. കിസാൻ സഭ ജനറൽ സെക്രട്ടറിയാണ് വിജു കൃഷ്ണൻ. പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കും. വിവരങ്ങളുമായി മഹേഷ് ചന്ദ്രൻ ചേരുന്നു. മഹേഷ്, വിജു കൃഷ്ണൻ എന്ന പേരിലേക്ക് എങ്ങനെയാണ് എത്തിയത്? എപ്പോഴായിരിക്കും പ്രഖ്യാപനം? സ്വാതി, രാജ്യസഭാ സ്ഥാനാർത്ഥിയിലേക്ക് CPM-ന്റെ യുവ നേതാവ് അഖിലേന്ത്യാ കിസാൻ സഭയുടെ ജനറൽ സെക്രട്ടറിയായ വിജു കൃഷ്ണൻ്റെ പേരാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ യോഗത്തിലാണ് ഈ നിർദ്ദേശം ഉയർന്നു വന്നിരിക്കുന്നത്. ഇത് ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ ചർച്ച ചെയ്തു. വിജു രാധാകൃഷ്ണൻ നമ്മളെല്ലാം അറിയുന്ന പോലെ തന്നെ ഭൂമി അധികാർ ആന്തോളൻ എന്ന കർഷക സമരത്തിൻ്റെ പോരാളിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അതുപോലെ തന്നെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ്. കണ്ണൂർ കരിവടൂർ സ്വദേശിയാണ്. 50 വയസ്സുകാരനായ വിജു കൃഷ്ണൻ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ SFI നേതാവായി വളർന്നു വന്ന വിജു കൃഷ്ണൻ പിന്നീട് ബാംഗ്ലൂർ സെൻറ്റ് ജോസഫ് കോളേജിൻ്റെ പൊളിറ്റിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിൻ്റെ മേധാവി കൂടിയായിരുന്നു. പിന്നെ അദ്ദേഹം ജോലി ഉപേക്ഷിച്ച് മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങുകയായിരുന്നു. ഗുജറാത്തിലുണ്ടായ കലാപം വംശഹത്യയാണെന്ന് ലോകത്തോട് ആദ്യം വിളിച്ചു പറഞ്ഞ നേതാവ് കൂടിയാണ് വിജു കൃഷ്ണൻ. വിജു കൃഷ്ണനെ കൂടാതെ പുത്തല ദിനേശൻ തുടങ്ങി 1-2 പേരുടെ പേരുകൾ കൂടി സംസ്ഥാന സെക്രട്ടറി പരിഗണിച്ചിരുന്നു. അന്തിമ തീരുമാനം അല്പസമയത്തുള്ളിൽ കൃത്യമായി അറിയാനാകും. ഇടതുമുന്നണി യോഗം 4 മണിക്ക് ചേരും. അതിനുശേഷം ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ വാർത്താ സമ്മേളനത്തിൽ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. സ്വാതി. ശരി മഹേഷ് ചന്ദ്രൻ. CPM കേന്ദ്ര കമ്മിറ്റി അംഗം വിജു കൃഷ്ണൻ രാജ്യസഭാ സ്ഥാനാർത്ഥിയായേക്കും. കിസാൻ സഭ ജനറൽ സെക്രട്ടറിയാണ് വിജു കൃഷ്ണൻ. പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കും എന്നാണ് മഹേഷ് ചന്ദ്രൻ റിപ്പോർട്ട് ചെയ്തത്.